ഒരു തള്ളിക്കയറ്റമാണല്ലോ നമ്മൾ കണ്ടത്. ഇതിന്റെ തീയതി പ്രഖ്യാപിക്കുന്നു, ടിക്കറ്റുകളുടെ ബുക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു തള്ളിക്കയറ്റം. തിയേറ്ററിലേക്കാണെങ്കിലും ബുക്ക് മൈ ഷോയിലാണെങ്കിലും മണിക്കൂറുകൾക്കകം എല്ലാം അങ്ങ് ബുക്ക് ചെയ്തു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ പുറത്തുള്ളവർ, പ്രവാസികളായവർ ഒക്കെ, വിദേശത്തുള്ളവർ ഒക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു തള്ളിക്കയറ്റം ഉണ്ടായത് എങ്ങനെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് ഒരു മനുഷ്യൻ്റെ വികാരം, ഒരു ഇമ്പ്രഷനാണത്. ഒരു കാര്യങ്ങൾ നമുക്ക് ഒരാളെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാക്കേണ്ട, അത് കാണാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുന്നില്ലേ? ഒരു മനുഷ്യന് ഏറ്റവും നല്ല ഇത് ഇപ്പം മോഡി ഇന്ന് എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ശക്തിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ എന്താരെയും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു നടനാണെങ്കിലോ എല്ലാം അവരെ കാണാനുള്ള ആശ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആ സിനിമ കാണാനുള്ള ആഗ്രഹത്തിലാണ് ഈ തള്ളിച്ച കാണുന്നതെന്ന് എൻ്റെ വിശ്വാസം. മാത്രമല്ല, ഇപ്പോൾ ഒരു മോഹൻലാൽ സിനിമ ശ്രീ ഗോകുലം ഗോപാലൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുകയാണല്ലോ അല്ലേ? ഈ ജിത്തു മാധവനും മോഹൻലാലും കൈകോർക്കുന്ന ഒരു സിനിമ താങ്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്റെ സിനിമയിൽ മോഹൻലാൽ വേറെ ഉണ്ടല്ലേ? എന്റെ പടം തന്നെയായിരുന്നു. ഓ, അത് ശരി. മാത്രമല്ല, ഇപ്പൊ ഈ ജിത്തു മാധവനും മോഹൻലാലും തമ്മിൽ കൈകോർക്കുന്ന ഒരു സിനിമ കൂടി താങ്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊരു അഭ്യൂഹം ഇങ്ങനെ പരക്കുന്നുണ്ട്. അത് ശരിയാണോ? അത് വരട്ടെ, അത് പിന്നെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ. ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ ഒത്തുവരണല്ലോ. അത് സമയം വരുമ്പോൾ തീർച്ചയായും നല്ലതാണെങ്കിൽ ചെയ്യാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വളരെ നല്ല പടങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആഗ്രഹമുള്ളൂ. ഈ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പൊ നമ്മളൊരു വലിയ തിരിച്ചുവരവായിരിക്കുമോ മോഹൻലാലിൻ്റെത് എന്നൊക്കെ ചർച്ച ചെയ്യുന്നവരുണ്ട്. ഈ തിരിച്ചുവരവ് എന്നൊക്കെ പറയുന്ന വാക്ക് എത്രത്തോളം ശരിയാണെന്നും അറിയില്ല. ചിലപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് അത് കേൾക്കുമ്പോൾ അദ്ദേഹം അത് തിരുത്തുമായിരിക്കും. പക്ഷെ പ്രേക്ഷകരുടെ ഒരു ചർച്ചയാണ്. മോഹൻലാൽ ഇന്ന് എല്ലാവരും മനസ്സിലും തിളങ്ങി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. കലാരംഗത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് മോഹൻലാൽ. അതിനെപ്പറ്റി തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഞാനത് അംഗീകരിക്കില്ല. അയാൾ വന്ന ആളാണ്, മനസ്സിലായില്ലേ? അയാളെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയിച്ച് ഇന്ന് നല്ല നടനായി മാറിയ ആളാണ്. ഇത് അയാൾ എന്നും അയാളെ കൂടുതൽ അംഗീകരിക്കാനുള്ള ഒരു സമയം ഉണ്ടായി എന്ന് മാത്രം ഈ പടത്തിൽ കൂടി കൂടുതൽ അംഗീകരിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടി എന്നാണ് എനിക്ക് പറയാൻ പറ്റും. ഇതിപ്പോ മോഹൻലാലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ അല്ലെ? അതെന്ത് ചോദ്യമാണെന്നാണ്. പക്ഷേ താങ്കൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വല്ലാത്ത എക്സൈറ്റ്മെന്റിലാണോ അദ്ദേഹം? തീർച്ചയായും. ഞങ്ങൾ മെനിയാന്ന് ബോംബെയിൽ ഒരുമിച്ച് ഇതിന് ഇരുന്നിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. ഞാനും മോഹൻലാലും പൃഥ്വിരാജ് എല്ലാവരും ഉണ്ടായിരുന്നു. അവർ സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് ഉള്ള ഒരു ഹോപ്പ്, അതായത് ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു പടമായിട്ട് അവർ അംഗീകരിച്ച് എന്നോട് സംസാരിക്കും. അപ്പം തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. കാരണം സിനിമയിൽ ആദ്യമായിട്ട് വന്നവരല്ല, സിനിമയിൽ വളരെ കാലത്തെ നല്ല പരിചയവും കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു പടത്തെപ്പറ്റി ഞങ്ങൾക്ക് ഇത് വലിയൊരു സാധ്യത ഉള്ള ഇതിലെന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരിയാണ്. ഇപ്പോൾ മറ്റുള്ള ഇൻഡസ്ട്രികളൊക്കെ വലിയ വലിയ സിനിമകൾ എടുക്കുമ്പോൾ മലയാളത്തിനും എന്നാണ് ഇത്തരത്തിലുള്ള വലിയ സിനിമകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ സിനിമാ പ്രേമികൾ എപ്പോഴും ആലോചിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡും ഒരു കുതിപ്പും ഒക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്കും എടുക്കാം ഇത്തരത്തിലുള്ള വലിയ സിനിമകൾ എന്നൊക്കെ അഹങ്കരിക്കാം അല്ലേ? അതായത് ഹിന്ദിയിലൊക്കെയാണ് മലയാളം വലിയ സിനിമ ഉണ്ടാവും എന്നുള്ള ഒരു ഇതായ കൺസെപ്റ്റായിരുന്നു നമ്മളെ മനസ്സിലൊക്കെ. പക്ഷെ അത് മാറി. ഇപ്പൊ മലയാളത്തിലും ഇത്തരം നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിരൂപിച്ചതാണ് ഈ പടം.